AK ബാലന് പിന്നാലെ CPIM-നെ വിവാദ പരാമർശത്തിലൂടെ വെട്ടിലാക്കി മന്ത്രി സജി ചെറിയാനും. കടുത്ത വിമർശനം ഉയർന്നിട്ടും പരാമർശം തിരുത്താതെ വിശദീകരണവുമായി സജി ചെറിയാൻ രംഗത്തെത്തി. പരാമർശം വളച്ചൊടിച്ചു എന്നാണ് വാദം. എന്നാൽ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ MV ഗോവിന്ദൻ തയ്യാറായില്ല. നിങ്ങൾ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി അങ്ങനെ പോകാൻ പാടുണ്ടോ? കാസർഗോഡ് മുനിസിപ്പാലിറ്റി എടുത്തു നോക്ക്. നിങ്ങളിത് ഉത്തർപ്രദേശും മധ്യപ്രദേശും ആക്കാൻ ശ്രമിക്കരുത്. കാസർഗോഡ് നഗരസഭയിലും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലും ജയിച്ചവരുടെ പേര് നോക്കിയാൽ വർഗീയ ധ്രുവീകരണം മനസ്സിലാക്കാമെന്ന പ്രസ്താവന വിവാദമായിട്ടും മന്ത്രി സജി ചെറിയാൻ പിന്നോട്ടില്ല. വാക്കുകളെ വളച്ചൊടിച്ചു എന്ന് പറയുമ്പോഴും ഉള്ളടക്കത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി. ഭൂരിപക്ഷ വർഗീയതയെ നിങ്ങൾ എതിർത്ത് ന്യൂനപക്ഷ വർഗീയതയെ നിങ്ങൾ സഹായിക്കുന്നു. ആ ഭൂരിപക്ഷ വർഗീയത എതിർക്കുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ ശക്തിപ്പെടുമ്പോൾ ജനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയോട് ന്യൂനപക്ഷ അണിനിരക്കുന്ന സാഹചര്യമുണ്ട്. അത് കാസർഗോഡ് കണ്ടു. ഇത് കേരളത്തിൽ ആവർത്തിക്കാൻ ഇടയുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയ ദുരന്തം ഞാൻ പറഞ്ഞപ്പോൾ അതിനെ വേറൊരു രൂപത്തിൽ വ്യാഖ്യാനിച്ച് പറഞ്ഞ വാക്കുകൾ വളച്ചൊടിച്ചു പറഞ്ഞാൽ ഞാൻ എന്ത് മറുപടി പറഞ്ഞു? മുസ്ലിം ലീഗ് ജയിച്ചത് വർഗീയ വോട്ട് കൊണ്ടാണോ എന്ന് മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചപ്പോൾ സജി ചെറിയാൻ ക്ഷുഭിതനായി. അങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾ ഒരു മതേതരവാദിയാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റില്ല. നിങ്ങൾ അവിടെ BJPക്ക് ജയിച്ച ആളുടെ പേരും ലീഗിന് വേണ്ടി ജയിച്ച ആളുടെ പേര് നോക്കിയാൽ മതി ഞാൻ പറഞ്ഞു. സജി ചെറിയാന്റെ പ്രസ്താവന കൈവിട്ടു പോയെന്ന് ബോധ്യപ്പെട്ട CPIM സംസ്ഥാന സെക്രട്ടറി ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് പിന്തിരിഞ്ഞു നടന്നു. സജി ചെറിയാൻ ഒരു വിവാദ പരാമർശം നടത്തി. അതായത് മലപ്പുറത്തെയും കാസർഗോഡെയും അത് അങ്ങനെ പറയാൻ പാടുണ്ടോ? അവരുടെ പേര് നോക്കി പറഞ്ഞത് കൃത്യം അറിയില്ലെന്ന് പ്രതികരിച്ച മന്ത്രി V ശിവൻകുട്ടി സജിയിൽ നിന്ന് അകലം പാലിച്ചു. അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ സാധ്യത കുറവാണ്. എങ്കിലും വരട്ടെ, കുറച്ചുകൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തോൽക്കുമെന്ന വിഭ്രാന്തിയിൽ നിന്നുണ്ടാകുന്ന ജൽപ്പന്നങ്ങൾക്ക് മറുപടി പറഞ്ഞ് പ്രകോപനങ്ങളിൽ വീടില്ലെന്നാണ് ലീഗിന്റെ പ്രതികരണം. വേറെ എല്ലാ നിലക്കും വോട്ട് കിട്ടാനുള്ള സാധ്യത അവസാനിച്ചു എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അവരുടെ വിഭ്രാന്തിയിൽ നിന്ന് ഉളവാകുന്ന ഇത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ ആളല്ല. വർഗീയത ആളിക്കത്തിക്കാൻ തീപ്പൊരി കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കുകയാണ് CPM എന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പിണറായി വിജയനും സതീശനും നാളെ ഇല്ലാതാകും. അന്നും കേരളം ബാക്കിയുണ്ടാകണം. പിണറായി വിജയനും VD സതീശനുമൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതാവും. കുറേ കഴിയുമ്പോൾ ഓർമ്മ മാത്രമാവും. പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാവും. ആ കേരളത്തിന് അതിൻ്റെ അടിത്തറയ്ക്ക് അതിന് തീ കൊളുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു തീപ്പന്തമാണ് ഇവർ എറിഞ്ഞു കൊടുക്കുന്നത് എന്നിവർ തിരിച്ചറിയാം. സജി ചെറിയാനെതിരെ DGPക്ക് പരാതി നൽകി നിയമ പോരാട്ടവും തുടങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്. മന്ത്രിയുടെ പ്രസ്താവന മതവിശ്വാസികൾക്കിടയിൽ സംഘർഷത്തിനിടയാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ശ്രമമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിലിന്റെ പരാതിയിൽ പറയുന്നു. CPIM-ന്റെ മൃദു ഹിന്ദുത്വം എന്ന ആഖ്യാനം ബലപ്പെടുത്താനുള്ള അവസരമായാണ് പ്രതിപക്ഷ നിര ഈ വിവാദത്തെ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.